ഇനി എരഞ്ഞോളി ബോംബ് സ്ഫോടനത്തിൽ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച പോലീസ് അന്വേഷണം. സംഭവസ്ഥലത്ത് ഒരാഴ്ചയായി ആരൊക്കെ എത്തിയെന്നറിയാനാണ് പരിശോധന നടക്കുന്നത്. വയനാട്, കോഴിക്കോട് ജില്ലകളിൽ നിന്നായി കൂടുതൽ ബോംബ് സ്ക്വാഡുകൾ കണ്ണൂരിലെത്തിയിട്ടുണ്ട്. ഫെലിക്സ് വിവരങ്ങൾ നൽകും. ഫെലിക്സ്, എങ്ങനെയാണ് അന്വേഷണം നീങ്ങുന്നത്? ആരാണ് ഈ ഒഴിഞ്ഞ പറമ്പിൽ ബോംബ് കൊണ്ടുവച്ചതെന്ന് കണ്ടെത്താനുള്ള പരിശോധനയാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി ഈ എരഞ്ഞോളി പ്രദേശത്തെ മൊബൈൽ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് ആരൊക്കെ ഈ പ്രദേശത്ത് വന്നു എന്ന് കണ്ടെത്താനുള്ള ശ്രമമാണ് പോലീസ് നടത്തുന്നത്. അങ്ങനെ ഈ പ്രദേശത്ത് ആരൊക്കെ എത്തി, അവിടെ നിന്നും തിരികെ പോയി, അങ്ങനെ തുടർച്ചയായി ഈ പ്രദേശത്ത് ആരൊക്കെ വന്നു എന്ന് കണ്ടെത്താൻ ഈ മൊബൈൽ ടവർ ലൊക്കേഷൻ നോക്കിയുള്ള പരിശോധന സഹായകരമാകും എന്നതാണ് പോലീസിൻ്റെ ഇപ്പോഴത്തെ ഒരു നിഗമനം. ആ അടിസ്ഥാനത്തിൽ പരിശോധന പോലീസ് നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ വ്യാപകമായി ബോംബ് സ്ക്വാഡുകൾ കണ്ണൂരിൻ്റെ വിവിധ ഇടങ്ങളിൽ ഒഴിഞ്ഞ പറമ്പുകളും വീടുകളും കേന്ദ്രീകരിച്ചുള്ള പരിശോധന ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും നടത്തുന്നുണ്ട്. കണ്ണൂരിലെ മാത്രമല്ല, കോഴിക്കോട് റൂറലിൽ നിന്നും വയനാട് നിന്നും ഒക്കെയുള്ള ബോംബ് സ്ക്വാഡുകൾ, അങ്ങനെ മൊത്തം 5 ബോംബ് സ്ക്വാഡുകൾ കണ്ണൂരിലുണ്ട്. ഈ 5 സംഘവും വിവിധയിടങ്ങളിൽ പരിശോധന തുടരുകയാണ്. തലശ്ശേരി, കൂത്തുപറമ്പ് തുടങ്ങിയ പ്രദേശങ്ങളിലാണ് വ്യാപകമായി പരിശോധന നടത്തിയത്. ഏതായാലും ഇപ്പോഴും ആരാണ് ഈ ബോംബ് അവിടെ കൊണ്ട് വെച്ചതെന്നോ ആര് നിർമ്മിച്ച ബോംബാണെന്നോ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഏതായാലും പോലീസ് ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തിയാൽ മാത്രമേ ഇത് സംബന്ധിച്ചുള്ള സ്ഥിരീകരണത്തെത്താൻ കഴിയൂ എന്നതാണ് അറിയിക്കുന്നത്.